1 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് കറക്റ്റ് അളവ് വെച്ചിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ 1 കിലോൻ്റെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ നല്ല കട്ടിയുള്ള ടൈപ്പ് മോൾഡ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 100 രൂപയ്ക്കാണ് വരുന്നത്. കണ്ടില്ലേ, ഒരു ഹൈറ്റുള്ളൊരു ടൈപ്പ് മോൾഡാണ്. ഓക്കെ, ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചാണ്, കറക്റ്റ് 7 ഇഞ്ചിൻ്റെയാണ്. നമ്മൾ 1 കിലോൻ്റെ കേക്ക് 7 ഇഞ്ചിലാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കി വെക്കാം എന്നുള്ളതാണ്. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 3 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ എടുക്കാം, അതുമില്ല നിങ്ങളുടെ വീട്ടിൽ ഡാൽഡ ഉണ്ടോ എന്നാൽ ഡാൽഡ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കേക്കിൻ്റെ പാത്രം ഇവിടെ നമ്മൾ റെഡിയാക്കുകയാണ്. അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന ലെവലിൽ നന്നായിട്ട് തടവിയെടുക്കണം. ഞാൻ വീഡിയോ ഒന്ന് സ്ലോ ആയിട്ട് ഞാൻ ചെയ്യുന്ന ലെവലിൽ തന്നെ നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മൾ ബേസിക് ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും സ്കിപ്പാക്കാതെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ട് ഒന്നും സ്കിപ്പാക്കാതെ കാണും, എന്നിട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഞാൻ ചെയ്യുന്ന കുറച്ച് മൈദ പൊടി അതുപോലെ എല്ലാ സൈഡ് ഭാഗത്തൊക്കെ എത്തുന്ന ലെവലിൽ നന്നായിട്ട് മൈദ പൊടി തട്ടി കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തണം. നമ്മൾ മുകൾ ഭാഗത്തേക്കൊക്കെ എത്തണം. നമ്മൾ കേക്ക് പൊന്തി വരുമ്പോൾ അവിടെ നോക്കി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നന്നായിട്ട് തട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടി കളഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ പാത്രം ഇവിടെ റെഡിയാക്കണം. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പാത്രം ഇവിടെ 7 ഇഞ്ചിൻ്റെ പ്രത്യേകം പറയുന്നത് 7 ഇഞ്ചിൻ്റെ മോൾഡ് റെഡി. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ കേക്കിൻ്റെ ഫ്ലോർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രമൊക്കെ നല്ല ഉണങ്ങിയിട്ടുള്ള പാത്രം തന്നെ നമ്മൾ ഉപയോഗിക്കണം കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അതിലേക്ക് ഞാൻ ഒരു കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ടൂൾസ് ആൻഡ് ഇൻഗ്രീഡിയൻസ് വീഡിയോയിൽ കാണാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി, സാധാരണ കോൺഫ്ലവറിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ഒരു TBSP അതിലേക്കിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. വാനില കേക്കിലേക്ക് എന്നുവെച്ചാൽ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മൾ തരിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ അരിപ്പ വേണം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും ഒരു തരിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് തരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ തരിക്കാം. അപ്പോൾ നമ്മൾ കേക്ക് അത്രയും സോഫ്റ്റ് ആവും. ഓക്കെ, അതുപോലെ നന്നായിട്ട് തരിച്ച് മാറ്റാം. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ 1 കിലോൻ്റെ കേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4 മുട്ടയാണ് എടുത്തത്. അതിലേക്ക് വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. 1 ലിറ്റർ ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എൻ്റെ പേര് വാനില എസൻസ്. ഞാൻ ആ ടൂൾസ് ആൻഡ് ഇൻഗ്രീഡിയൻസ് വീഡിയോയിൽ ഞാൻ പറയുകയാണ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള ഓരോന്നും. അപ്പോൾ ആ വീഡിയോ പോയി കാണാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഒഴിച്ചു. ഇനി 1/2 ടീസ്പൂൺ, ഓക്കെ 1/2 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ വാനില എസൻസ് ഈ 4 മുട്ടയ്ക്ക് ഒഴിച്ചിട്ടുണ്ട്. 4 വലിയ മുട്ടയെ നോക്കിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് 1 kg ആവും. ഇനി ഇതെന്താ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ വാനില എസൻസ് മുട്ട ഒന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി അളവ് എടുത്ത് വെച്ചിട്ടുള്ള എന്ന് വെച്ചാൽ 1 കപ്പ് 1.25 കപ്പ് ഷുഗർ പൗഡർ. 1 കിലോ കേക്കിലേക്ക് 1.25 കപ്പ് ഷുഗർ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അളവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പിയിൽ വിട്ട് തന്നിട്ടുണ്ട്. അതാദ്യം മുന്നിൽ എടുത്ത് വെക്കണം. എന്നിട്ട് ഓക്കെ, അതിലേക്ക് 1.25 കപ്പ് ഷുഗർ പൗഡർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ ഞാൻ ഇപ്പോൾ ഓണാക്കിയിട്ട് പഞ്ചസാര ഒന്നാട് തെറിച്ച് പോകും. അപ്പോൾ ഒന്നുകൂടെ ഒതുക്കിയതിന് ശേഷം മീറ്റർ ഓൺ ചെയ്തിട്ട് മുട്ട അടിക്കാൻ തുടങ്ങും. ഓക്കെ, ഇനി നമ്മൾ മുട്ട നന്നായിട്ട് കടിച്ച് പതിപ്പിക്കണം. അതായത് മീഡിയം സ്പീഡിൽ, ലോ സ്പീഡിൽ ഞാൻ പറയുന്നില്ല. സാധാരണ മുട്ട അടിക്കുമ്പോൾ എപ്പോഴും ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ടാണ് അടിക്കാറ്. ഹൈ സ്പീഡിൽ അടിച്ചെങ്കിൽ അത്ര പെട്ടെന്ന് നമുക്ക് അടിക്കാൻ കഴിയാത്ത ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, നമ്മളെ മുട്ട കണ്ടില്ല, ഒരു നല്ല ആ യെല്ലോ കളറൊക്കെ പോയിട്ട് നല്ല പൂവുള്ള കളറിലാവും. അതുവരെ നമ്മൾ അടിക്കണം. ഈ ടൈമിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ തന്ന ആ റെസിപ്പിയിൽ പറയുന്നത് പോലെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിക്കാം. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ട ഇങ്ങനെ അടിച്ച് വരുമ്പോൾ പെട്ടെന്ന് അടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വെള്ളമോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കാം. ഓപ്ഷനാണ്, അതൊരിക്കലും നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ലൊരു ക്രീമി സ്ട്രക്ചർ ആവണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വിചാരിക്കണം നല്ലൊരു വെള്ള കളറായി റെഡി ആയോ, ഇവിടെ നമ്മളൊക്കെ മുട്ട അടിച്ച ലെവൽ ഒരിക്കലും റെഡി ആയിട്ടില്ല. അപ്പോൾ കണ്ട ഞാനൊരു 8 നോക്കണം. പക്ഷേ അതെന്താവുന്നില്ല, ആ മുട്ടേൻ്റെ മുകളിൽ നിന്ന് തങ്ങി നിൽക്കുന്നില്ല. അങ്ങനെ ഒരു 8 ഇടുമ്പോൾ അതിന് ആ മുട്ടേൻ്റെ മുകളിൽ നിന്ന് തങ്ങി നിൽക്കണം. ആ ലെവൽ വരെ നമ്മൾ മുട്ട അങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ മുട്ട അടിക്കുന്നിടത്താണ് നമ്മൾ കേക്ക് നന്നാവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട അടിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ കേക്ക് നന്നാവുക. അപ്പോൾ ആ മുട്ട അടിക്കുന്ന ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. എന്നിട്ട് പിന്നെ കേക്ക് നന്നായില്ല ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒന്നും സ്കിപ്പാക്കാതെ നിങ്ങൾക്ക് അതുപോലെ കാണിച്ചു തരുന്നത്. ഞാൻ നല്ല ഹൈ സ്പീഡിൽ തന്നെയാണ് അടിക്കാറ്, അല്ലാതെ സ്ലോ ആക്കാനോ മീഡിയം ആക്കാനോ ഒന്നും ഞാൻ നിൽക്കാറില്ല. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല, അപ്പോൾ നമ്മൾ ബീറ്ററിൻ്റെ നോബിൻ്റെ ആ ഒരു അടയാളമൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ വരുന്നുണ്ട്. ആ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ കണ്ടോ, അപ്പോൾ ഞാൻ ഒരു 8 കംപ്ലീറ്റ് ആണ് വരെ അവിടെ തന്നെ അത് തങ്ങി നിൽക്കുന്നുണ്ട്. അത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബീറ്റർ ഓഫ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുട്ട അടിച്ചത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തരിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊടി അവിടെ റെഡിയാണ്. ഇനി എന്ത് ചെയ്യുന്നത് പോലെ വീണ്ടും നമ്മൾ അരിപ്പ് എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ നമ്മൾ മിക്സ് ചെയ്ത ഫ്ലോർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. കാരണം നമ്മൾ മുട്ട അത്ര അടിച്ച് പതിപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് പൊടിയൊന്നും ഒറ്റയടിക്കും ഇടരുത്. കാരണം ഒറ്റയടിക്ക് താന്നു പോകും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ കൊണ്ടിട്ട് നടുവിലൂടെ കട്ട്. ഓക്കെ, അതേപോലെ മിക്സ് ചെയ്യണം. കാരണം അതെന്താ വെച്ചാൽ പെട്ടെന്ന് താന്നു പോകും. അതിലോട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് അതിന് പറയാം. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ അരിപ്പ് വെക്കുക. അതിലേക്ക് കുറച്ച് നമ്മൾ കേക്ക് ഫ്ലോർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് പതുക്കെ അതുപോലെ തട്ടി കൊടുക്കുക. അപ്പോൾ മുട്ട അത്ര അടിച്ച് പതിപ്പിച്ചതുകൊണ്ട് അതിന് മുകളിൽ അതിങ്ങനെ തങ്ങി നിൽക്കും. എന്നിട്ട് അത് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ
എന്നിട്ട് സെൻറ്ററിലൂടെ ഒരു കട്ട് കണ്ടില്ലേ അതുപോലെ മിക്സ് ചെയ്യാം. ഒരുപാട് കിടന്ന് മിക്സ് ചെയ്തത് മുട്ട ഇവിടെ മിക്സിങ്ങിൻ്റെ അടുത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരേ ലെവലിൽ നമ്മൾ വലത്തോട്ടാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ തിരിച്ച് മറിച്ച് ഇളക്കുന്നില്ല, ഒരു സൈഡിലേക്ക് മാത്രമാണ് ഇളക്കുന്നത്. അതുപോലെ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കിയിട്ട് മിക്സ് ചെയ്യണം. അത് കുറേ മിക്സിങ് നമ്മൾ കൊടുക്കും ചെയ്യരുത്. ഈ സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മുട്ട എടുക്കുന്ന സ്റ്റെപ്പ്, മുട്ട അടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഫ്ലോർ ഇടുന്നത്. ഓക്കെ, ലാസ്റ്റ് വെള്ളം കൂട്ടും നമ്മൾ ഇട്ട് നിങ്ങളിതിലേക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു 4 തവണകളൊക്കെ ആയിട്ട് പതുക്കെ നിങ്ങൾ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾ തുടക്കം ആയതുകൊണ്ടാണ് ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. കുറച്ച് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അരിപ്പേണ്ട ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ കേക്ക് ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് കേൾക്കാവും. പക്ഷേ ബേസിക് ക്ലാസ്സാണ്, A to Z. ഇതിൻ്റെ ഓരോ മിസ്റ്റേക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇന്ന കാര്യം ചെയ്താൽ അതിൻ്റെ മിസ്റ്റേക്ക് വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്ന് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് സക്സസ് ആയാൽ നിങ്ങൾക്ക് പിന്നെ പതുക്കെ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കഴിയുന്നതനുസരിച്ച് മാറ്റം വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാറ്ററിൻ്റെ ലെവൽ കണ്ടില്ലേ, നമ്മൾ സ്പാച്ചിൽ പിടിച്ചപ്പോൾ ഒരു റിബൺ പോലെ ഇങ്ങനെ ചെയ്യണം. ആ ലെവലിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ആക്ച്വലി ഒരുപാടൊന്ന് മിക്സ് ചെയ്യരുത് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മിൽക്ക് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണം ഒരു നിർബന്ധമില്ല. കാരണം ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ ഓയിലും പാലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒഴിക്കണം ഒരു നിർബന്ധമില്ല. പക്ഷേ കേക്കിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ലേയേഴ്സ് എന്ത് ചെയ്യും, നമുക്ക് പൊടിയും. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ മിൽക്കും ഇതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ 7 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ മോൾഡ് എടുക്കുക. ഉണ്ടല്ലേ, ഈ മോൾഡിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടല്ലേ, ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി അഥവാ അടിയിൽ നിന്ന് ചിലപ്പോൾ പോകുന്നില്ല എന്നൊരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ തുടക്കമായിട്ട് സ്റ്റാർട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ താഴെ ഒരു ബട്ടർ പേപ്പർ വെക്കാം. ഓക്കെ, വെക്കാൻ നിർബന്ധമില്ലെങ്കിലും നല്ലതുപോലെ നമുക്ക് കേക്ക് മോൾഡിൽ നിന്ന് കിട്ടും. കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരണ്ട, ഒരു ടെൻഷൻ വരണ്ട. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുകയാണ്. കണ്ടേ, ബാറ്ററിൻ്റെ ലെവൽ നിങ്ങൾ നോക്കണം. നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു റിബൺ പോലെ കണ്ടേ, പിന്നെ ആ ലെവൽ അങ്ങനെ നമ്മൾ ബാറ്ററിൻ്റെ ലെവൽ ശ്രദ്ധിക്കും. അതാണ് കറക്റ്റ് കേക്ക് ബാറ്റർ. ഓക്കെ, ഫുള്ള് ഞാൻ പറഞ്ഞ സ്പാച്ചില പ്ലാസ്റ്റിക് റബ്ബറിൻ്റെ സ്പാച്ചിൽ വേണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ പാത്രത്തിലത് കറക്റ്റ് പോരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ നമുക്ക് 45 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വേവിച്ചെടുക്കണം. അതൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ പോയി ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെ ബേക്കായിട്ടില്ല നമ്മുടെ അത് ബേക്കായി വന്നു. 45 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് ടൈം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഓവൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മോൾഡൊക്കെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് തേച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ കേക്കിനെ പൊന്തി വരുന്നുണ്ട്. മോൾഡ് നന്നായിട്ട് തണുക്കാൻ നമ്മൾ കൈകൊണ്ട് തൊടുമ്പോൾ നമുക്ക് തൊടാൻ പറ്റും. അതായിരിക്കണം ലെവൽ. ചൂടുള്ള സമയത്ത് നമ്മൾ കുത്തിപ്പൊളിച്ചെടുക്കരുത്, നമ്മൾ കേക്ക് കേട് വന്നു പോകും. അപ്പോൾ അതുകൊണ്ട് മോൾഡൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം നൈഫ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിട്ടിരിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു മോൾഡിലേക്ക് അൺമോൾഡ് ചെയ്ത് കറക്റ്റ് പോയിട്ടുണ്ട്. നമ്മൾ താഴെ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ, അത് ഞാൻ പറഞ്ഞത് നമുക്ക് എന്താ കിട്ടില്ല തോന്നുകയാണെങ്കിൽ കിട്ടില്ല, നമുക്ക് മോൾഡിൻ്റെ ഉള്ളിൽ താഴെ പിടിക്കുമോ എന്ന് കൺഫ്യൂഷനിലേക്ക് ബട്ടർ പേപ്പർ വെക്കാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ട് ഇപ്പോൾ 1 kg വാനില കേക്ക് റെഡി. ഇനി നമുക്കത് ഫ്രോസ്റ്റിംഗ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും അറിയുന്നുണ്ടാവും, നമുക്ക് ഈ കേക്ക് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യാം, ഇവിടെ മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് പോയി നന്നായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്ന് കേട്ടോ. ഇത് നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ മുകൾ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, മുകൾ ഭാഗത്ത് പോലെ കറക്റ്റ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് 3 ലെയറായിട്ട് കറക്റ്റ് 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കേക്ക് കണ്ടില്ലേ സോഫ്റ്റാണ്. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ നൈഫ് ആയിട്ട് ഒരു ലെയർ ഒന്ന് ചെറുതായിട്ടൊന്ന് വരമ്പിട്ട് കൊടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് കത്തിയുള്ളിലേക്ക് കയറ്റിയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്യാം. ഞാൻ ഈ സൈഡിലേക്ക് ഞാൻ പിടിച്ച് കാണിച്ചു കൊടുക്കാം. ഇതുപോലെ കത്തി ഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോകും. ചെറുതായിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, കൈപ്പാടില്ലാത്ത ഞാൻ തിരിച്ച് പിടിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റൊട്ടേഷൻ ടേബിൾ തിരിക്കുക, കയ്യും തിരിക്കുക. റൊട്ടേഷൻ ടേബിളും കയ്യും അതുപോലെ തിരിച്ചിട്ട് പിന്നെ കത്തിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ടൈറ്റ് കട്ട് ചെയ്ത് അപ്പോൾ കറക്റ്റ് ലെയർ നമുക്ക് കിട്ടും. അപ്പോൾ വളഞ്ഞ് തിരിഞ്ഞ് എന്താ പറയുക, ഒരു ഭാഗം ഹൈറ്റ് കൂടി വെട്ടി കിടത്താമെന്നിട്ട് ആ പ്രശ്നം വരും. ഇതുപോലെ കട്ട് ചെയ്താൽ കറക്റ്റ് നമുക്ക് ലെയേഴ്സ് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, നമ്മൾ സെക്കൻഡ് ലെയർ റെഡി. നമ്മൾ 1 kg വാനില കേക്കിൻ്റെ 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ 3 ലെയറും ഫ്രോസ്റ്റിംഗ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ 7 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ മോൾഡിലാണ് നമ്മൾ ചെയ്തിട്ട് ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 1.5 കിലോൻ്റെ എന്ന് വെച്ചാൽ 8 ഇഞ്ച് വരുന്ന ഒരു കേക്കിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ബേസ് എപ്പോഴും ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് നിൽക്കും, അല്ലെങ്കിൽ ബേസും കേക്ക് ഒരേ ലെവലാകുമ്പോൾ നമുക്ക് ഫിനിഷിംഗ് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കബോർഡിൽ കുറച്ചൊരു ക്രീം തേച്ച് അതിനുശേഷം ഒരു കേക്കിൻ്റെ ലെയർ വെച്ച് അതിനുശേഷം അതിലേക്ക് ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കണം. വിപ്പിംഗ് ക്രീം ഇതുപോലെ നമ്മൾ പാറ്റി നൈഫ് വെക്കുക, ഇതുപോലെ ഇങ്ങനെ തിരിച്ച് കൊടുക്കുക. ഞാൻ സ്കിപ്പാക്കാതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു വീഡിയോയിൽ വാനിലയുടെ ഈ ഒരു വീഡിയോ മാത്രം സ്കിപ്പാക്കാതെ കാണിച്ചു തരുള്ളൂ. കാരണം കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് സ്കിപ്പാക്കാതെ കാണിച്ച് നിങ്ങൾക്ക് നഷ്ടമാണ്, നിങ്ങൾക്കും അപ്ലോഡിങ്ങൊക്കെ പ്രശ്നം ടൈം വെക്കാം. പക്ഷേ ഇതിന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയർ വെക്കാം. അതിലേക്ക്
ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ, ഷുഗർ സിറപ്പ് വീഡിയോ, അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം വയ്ക്കുന്ന വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാം. ഇനി ഇത് വീണ്ടും റോസ്റ്റിംഗ് ചെയ്യാം. ഒന്നുകൂടെ സെക്കൻഡ് ലെയർ. പിന്നെ ക്രീം എടുക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാവിഷായിട്ട് ക്രീം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് ക്രീം എടുത്തിട്ട് ഞാൻ അതും കൊണ്ട് തേച്ച് പിടിപ്പിക്കാൻ നിൽക്കില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ കേക്ക് ഒരു ഫിനിഷിംഗ് കിട്ടില്ല. അപ്പോൾ ക്രീം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കുറേ ക്രീം ഇട്ടിട്ട് നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞത് കറക്റ്റ് ഒരു കേക്കിലേക്ക് ഒരു 1-1.25 വിപ്പിംഗ് ക്രീം എടുത്ത് അടിച്ചിട്ട് അതിന് ഉപയോഗിക്കണം. അല്ലാണ്ട് കുറച്ച് ക്രീം എടുത്തിട്ട് കേക്ക് തേച്ച് പിടിപ്പിച്ചാൽ ക്രീം ലൂസാവും, കേക്ക് ഒരു ഫിനിഷിംഗ് കിട്ടില്ല. നേരെ കുറിച്ച് കൂടുതൽ ക്രീം എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ പരിപാടി കഴിയും ചെയ്യും. കേക്ക് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് ലെയർ, തേർഡ് ലെയർ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തേർഡ് ലെയർ വെക്കുമ്പോൾ എപ്പോഴും അതുപോലെ താഴെ ഭാഗം നമ്മൾ കമത്തി വെക്കണം. കാരണം അഥവാ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരേ ലെവൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേക്കിൻ്റെ മുകൾ ഭാഗം താന്ന് പൊന്തിയിട്ടുള്ള പ്രശ്നം വരും. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തേർഡ് ലെയർ വെക്കുമ്പോൾ കമത്തി വെക്കുന്നത്. ഓക്കെ, അതിലേക്ക് സിറപ്പ് വെക്കുക, സിറപ്പ് ഒഴിക്കുക, അതിനുശേഷം കുറച്ച് ക്രീം എടുത്തിട്ട് എല്ലാ ഭാഗത്തും കേക്കിന് ചെറുതായിട്ടൊരു കോട്ടിങ് കൊടുക്കുക. ഇതിനാണ് ക്രം കോട്ടിംഗ് എന്ന് പറയുക. ജസ്റ്റ് എന്ത് ചെയ്യുക, കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്യുക, അതിൻ്റെ പൊടികളും സൈഡിലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് നമ്മൾ ഒതുക്കുക. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വിപ്പിംഗ് ക്രീം ചെയ്യുമ്പോൾ വിപ്പിംഗ് ക്രീമിൽ കൂടി തടികളൊക്കെ വന്നിട്ട് കേക്കിൽ വിപ്പിംഗ് ക്രീമിലൊക്കെ തരി ഇങ്ങനെ വേറെ നിൽക്കും. അപ്പോൾ ആ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ചെറിയൊരു ക്രം കോട്ടിംഗ് എന്ന് പറയുക ഈ സ്റ്റെപ്പിന്. അതുപോലെ എല്ലാ സൈഡിലൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് കേക്കിന് ചെറുതായിട്ടൊരു കോട്ടിംഗ് കൊടുക്കുക. മുകൾ ഭാഗത്തൊന്ന് വൃത്തിയാക്കുക. ഇതിന് ക്രം കോട്ടിംഗ് പറയാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് എന്താണ് ലാസ്റ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്താൽ മതി. അതെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യണമെങ്കിൽ അപ്പം തന്നെ ചെയ്യാം. ക്രം കോട്ടിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സൈഡ് ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ ചെയ്ത വർക്ക് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ സ്കിപ്പാക്കാണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. സൈഡ് ഭാഗത്തൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്ത് ചെയ്യണം, നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ഇത് ഫ്രോസ്റ്റിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ ഇപ്പോൾ ഈ ബോർഡിൽ ഞാൻ കേക്ക് വെച്ചപ്പോൾ കുറച്ച് അങ്ങോട്ട് സെൻട്രലായി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് സെൻട്രൽക്കാക്കാം. അപ്പോൾ ഒരിക്കലും കൈ കൊണ്ട് എടുത്ത് വെക്കുക. ഇതുപോലെ പാറ്റി നൈഫ് ഒന്ന് കേക്കിൻ്റെ അടിയിലൂടെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് ഏത് സൈഡിൽ തന്നെ നീക്കണ്ടേ അതുപോലെ നീക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കേക്ക് സെൻട്രലായിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ക്രീം എടുക്കുമ്പോൾ എപ്പോഴും നല്ല കുറേ ക്രീം എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കണം. പാറ്റി നൈഫിൻ്റെ ഈ സൈഡായിട്ട് ബെഞ്ചിങ്ങുള്ള ഈ സൈഡിൽ വെച്ചിട്ടാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യുക. ആ സൈഡിൽ തന്നെ ക്രീം എടുത്തിട്ടുണ്ട്, നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. ഓക്കെ, ആ സൈഡ് കൊണ്ട് അങ്ങനെ എടുക്കാം. വീഡിയോയിൽ കാണുന്നില്ല, ബെഞ്ചിങ്ങുള്ള ആ ഭാഗം തന്നെ നോക്കിയിട്ട് എടുക്കാം. എന്നിട്ട് എടുക്കാം, എന്നിട്ട് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തെത്തുന്ന ലെവൽ കുറേശ്ശായിട്ട് തേച്ച് കൊടുക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, വീഡിയോയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അത്രയും ക്രീം ഞാൻ എടുക്കുന്നുണ്ട്. അതായത് കുറച്ച് ക്രീം എടുത്തിട്ട് അത് ഇങ്ങനെ വെച്ച് ഒപ്പിച്ചിട്ടല്ല ചെയ്യുന്നത്. കുറേ ക്രീം ആദ്യം അങ്ങോട്ട് വെക്കുക, എന്നിട്ട് അതൊന്നും ലെവലാക്കി കൊടുക്കുക. അത്രയും ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആ റൗണ്ട് കറക്റ്റ് വരുന്നത് വരെ റൗണ്ടിന് കറക്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് ക്രീം ഒക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ റൗണ്ട് കറക്റ്റായി ക്രീമിൻ്റെ സൈഡ് ഫുൾ ഫിനിഷ് ആക്കി നമുക്കൊന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ക്രീമൊക്കെ ഉണ്ടാക്കി നൈഫ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നൈഫ് വെച്ചിട്ട് റൊട്ടേഷൻ ടേബിൾ നമ്മൾ തിരിക്കുമ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ എന്ത് ചെയ്യും, നല്ല ഫിനിഷിങ് വരും. അതിന് മുന്നായിട്ട് എന്ത് ചെയ്യണം, മുകൾ ഭാഗത്ത് ക്രീം അതുപോലെ തന്നെ കുറേ ക്രീം ഇടാം. നോക്കി നിങ്ങൾ ക്രീം കൂടിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൊട്ടേഷൻ ടേബിൾ ഇങ്ങനെ തിരിക്കുക, കത്തി ഇങ്ങനെ വെച്ചെടുത്താൽ നമ്മളുള്ള ക്രീം മുഴുവൻ നിങ്ങൾ കേക്ക് മുള്ള ഫുള്ള് ക്രീം കത്തി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ക്രീം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പും ചെയ്യാം. അതുകൊണ്ട് ഒരിക്കലും ക്രീം പിശുക്ക് ചെയ്യാൻ നിൽക്കരുത്, നല്ല ലാവിഷായിട്ട് തന്നെ ക്രീം ചെയ്യും. സൈഡ് ഭാഗത്ത് പോലെ താത്തി കൊടുക്കുക. ഇനി ഫൈനൽ നമ്മൾ നൈഫ് വെക്കുന്ന റൊട്ടേഷൻ ടേബിൾ ഇങ്ങനെ തിരിച്ചു വെക്കണം. നൈഫ് വെക്കുക, റൊട്ടേഷൻ ടേബിൾ ഇങ്ങനെ തിരിക്കുക. നൈഫ് ഇങ്ങനെ കുത്തനെ പിടിക്കണം കേട്ടോ, ഒരേ ലെവലിൽ പിടിക്കണം. അപ്പോഴേ നമ്മൾ സൈഡൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരും. ഇനി മുകൾ ഭാഗം ക്ലീൻ ചെയ്യും. ഇനി സൈഡ് ഒന്നും കൂടെ ഫിനിഷിംഗ് ആക്കും. അതുപോലെ തന്നെ സൈഡ് നൈഫ് ഇങ്ങനെ കുത്തനെ പിടിക്കുക, രണ്ട് ടേബിൾ തിരിച്ചു കൊടുക്കുക. മുകൾ ഭാഗം വീണ്ടും മുകൾ ഭാഗത്തേക്ക് വരുന്ന ക്രീം വീണ്ടും ഇതാക്കി വെക്കുക. ഓക്കെ, പിന്നെ എന്നുള്ളത് നിങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് റെഡ് വെൽവെറ്റ് ഒന്നും ഫിനിഷിംഗിൽ അയച്ച് ടെൻഷൻ ആവുന്ന ആവശ്യമില്ല. കാരണം നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുൾ ചോക്ലേറ്റ് ആയിട്ട് കവർ ചെയ്യും. അപ്പോൾ ഫിനിഷിങ്ങിൻ്റെ ഒരു ടെൻഷൻ വേണ്ട. ഓക്കെ, രണ്ട് സ്പാച്ചിൽ വെച്ച് ഞാൻ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഓരോ സ്റ്റെപ്പും അതുപോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഒരു ഫിനിഷിംഗ് വരും. സൈഡൊക്കെ വീണ്ടും വൃത്തിയാക്കി. ഓക്കെ, ഇനി അടുത്തത് വൈറ്റ് ഫോറസ്റ്റിലേക്ക് നമുക്ക് ഉപയോഗിക്കുന്ന ചോക്ലേറ്റ്, മിലോൻ്റെ ചോക്ലേറ്റ്. ഇത് ഞാൻ ടൂൾസ് ആൻഡ് ഇൻഗ്രീഡിയൻസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ വൈറ്റ് കോമ്പൗണ്ട് ഒരു 130 രൂപയ്ക്ക് അതിന് വരും. ഇത് വൈറ്റ് കോമ്പൗണ്ട്. ഇത് ഒരുപാട് കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഡയറി മിൽക്ക് അതൊക്കെ വാങ്ങിക്കാറുള്ളത് ഇതുപോലത്തെ ഒരു കോമ്പൗണ്ട് വാങ്ങിച്ചാൽ മതി. വൈറ്റ് കോമ്പൗണ്ട് ഉണ്ട്, ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ട്, 3 ലെയറായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഇതിന് ഒരു ലെയർ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ള് ഞാനൊരു നമ്മൾ സാധാരണ നമ്മളടുത്തുണ്ടാവുമല്ലോ, നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലൈസർ, ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ട്. എൻ്റെ അടുത്തുള്ള സ്റ്റീലിൻ്റെ സ്ലൈസറാണ്. ഇതിൽ ഞാൻ ആ വലിയ ഹോൾസിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് സ്ലൈസ് ചെയ്യാം. കാരണം വൈറ്റ് ചോക്ലേറ്റ് പ്രശ്നമൊക്കെ നമുക്കറിയാം. അതിൽ അതുപോലെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അതുപോലെ സ്ലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും. അതിൽ അതുപോലെ ഇനി ഈ ബാർ ഫുള്ളായിട്ട് ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാർ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യാം, അങ്ങനെ പാത്രത്തോട് കൂടിയിട്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന പാത്രത്തോട് കൂടി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൈ തട്ടിയിട്ട് ഒന്ന്
ചെറുതായിട്ട് മെൽറ്റായിട്ടുള്ള ചോക്ലേറ്റ് നല്ല ഹാർഡാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്യാം, നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് എത്ര കാലം വേണമെങ്കിലും കീപ്പ് ചെയ്യാം. അത് ഓർഡർ ഉണ്ടാകുമ്പോൾ പിടിച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാൻ കണ്ടാൽ നമുക്ക് ചോക്ലേറ്റിന് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ഞാൻ അതിന് മുന്നേ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് എത്ര കാലം വേണമെങ്കിലും വെക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല ഹാർഡാവും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചോക്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഇടുമ്പോൾ നല്ല കൈമലൊക്കെ തട്ടിയിട്ട് മെൽറ്റ് ആവുന്ന പ്രോബ്ലം ഇല്ലാതാവും. അപ്പോൾ അതുപോലെ ഒരു നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് എത്ര കാലം വേണമെങ്കിലും കീപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഞാൻ എല്ലാ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കുറേ മുന്നേ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കാറാണ്. റെഡിമെയ്ഡാക്കി വെച്ചാൽ നമുക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ട് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. ഓക്കെ, ഇതുപോലെ നല്ലൊരു കണ്ടെയ്നറിലാക്കുക, നമുക്ക് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നെക്സ്റ്റ് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് കേക്കിൻ്റെ സൈഡിലൊക്കെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഡെക്കറേഷൻ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നല്ലോ. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നമ്മൾ ചെയ്ത് ഫൈനൽ ചെയ്ത ഫോട്ടോയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സൈഡിലൊക്കെ ആ ചോക്ലേറ്റ് ഒന്ന് എന്ത് ചെയ്യണം, സൈഡിലൊക്കെ ഒന്ന് പിടിപ്പിക്കാം. അതിന് വേണ്ടി ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് ചോക്ലേറ്റ് എടുക്കരുത്, മാക്സിമം ചോക്ലേറ്റ് എടുക്കാം. ഇതുപോലെ തന്നെ കുറേ ചോക്ലേറ്റ് എടുക്കാം, എന്നിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈമലൊന്നും ആവില്ല. ഇതുപോലെ എടുക്കാം, സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം, ബേസിലായത് ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് അങ്ങോട്ട് പോവില്ല. കുറേ ചോക്ലേറ്റ് നമ്മൾ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് കൈമൊട്ടി പിടിക്കുകയുള്ളൂ. അത് ഞാൻ പറഞ്ഞത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ തലേ ദിവസമെങ്കിലും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് പാത്രത്തിലാക്കിയിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒന്ന് ഹാർഡാവും. അതുപോലെ കേക്ക് മേലെ ഇങ്ങനെ സൈഡിൽ പിടിപ്പിക്കുമ്പോൾ അത് കൈമേൽ ഒട്ടി പിടിക്കില്ല, അതിന് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീഡിയോയിൽ ഞാൻ കറക്റ്റ് എല്ലാ സൈഡിലും ഇതുപോലെ നോക്കുന്നു. ഇനി ഇതിൽ കുറച്ച് ക്രീം ഉണ്ടെങ്കിൽ അച്ഛനും ടെൻഷൻ ആവില്ല. അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചോക്ലേറ്റ് കേടൊന്നും പോവില്ല. നല്ല കണ്ടെയ്നറിൽ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചാൽ മതി. ഓക്കെ, സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റിൻ്റെ സൈഡിലെ ചോക്ലേറ്റൊക്കെ നമുക്ക് ഫുൾ ഫിനിഷാക്കി. ഇനി മുകളിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ ഇടാട്ടോ. ഡെക്കറേഷനൊക്കെ പിന്നെ നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഐഡിയ. സാധാരണ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ഡെക്കറേഷനാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡിലെ ചോക്ലേറ്റൊക്കെ നമ്മൾ കറക്റ്റാക്കി കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, അതിന് മുന്നായിട്ട് നമ്മൾ സൈഡിലൊക്കെ ചോക്ലേറ്റിനെ കുറച്ചിങ്ങനെ തെറിച്ച് നിൽക്കുന്നുണ്ട്, ബേസ് ഒരു വൃത്തിയില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു പാൻറ്റി നൈഫ് എടുക്കുക, എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ചോക്ലേറ്റൊക്കെ ഒന്ന് കേക്കിനോട് അടുപ്പിച്ചിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ബേസും വൃത്തിയായി ചോക്ലേറ്റും അവിടെ നിന്ന് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. പിന്നെ ഒരു പ്രശ്നം വരും. ഓക്കെ, അതേ വീഡിയോയിൽ കണ്ടുപോലെ അതുപോലെ പാൻറ്റി നൈഫായിട്ട് ഒന്ന് കേക്കിനോട് അടുപ്പിച്ചിട്ട് ചെയ്താൽ മതി. ഇനി അടുത്തത് വേണ്ടത് നമ്മൾ ഡെക്കറേഷൻ. അതിന് വേണ്ടിയിട്ട് ഐസിംഗ് ബാഗിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ഞാൻ വീണ്ടും പറയുന്ന ടൂൾസ് ആൻഡ് ഇൻഗ്രീഡിയൻസ് എന്ന വീഡിയോയിലുണ്ട്. ഐസിംഗ് ബാഗിൽ ഇതുപോലെ നോസിലിടുക, എന്നിട്ട് നോസിലിൻ്റെ തുമ്പിൻ്റെ കുറച്ച് മുന്നായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ കറക്റ്റ് എന്തായി നോസിൽ വന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള നോസിൽ റോസ്റ്റി നോസിലാണ്. നോസിലൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു ഗ്ലാസ് വെക്കണം. അപ്പോൾ കയ്യിൽ നമ്മൾ ഐസിംഗ് ബാഗ് വെച്ചിട്ട് ക്രീം തേക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു കറക്റ്റ് വരില്ല, കയ്യിലൊക്കെ അതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഐസിംഗ് ബാഗ് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ക്രീം ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ വൃത്തിയിൽ നമുക്ക് ഐസിംഗ് ബാഗിൽ ക്രീം ഫിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ നോസിൽ ഐസിംഗ് ബാഗ് റെഡിയായി. നമുക്ക് കേക്ക് എടുത്തിട്ട് നമ്മുടെ ഡെക്കറേഷൻ നോക്കാം. റോസ്റ്റി നോസിലാണ് ഞാൻ ഈ ഫ്ലവർ വരയ്ക്കുന്നത്. ഒന്ന് കൊടുക്കുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ഒന്ന് ഇതുപോലെ ചെയ്യാം. ഓക്കെ, പിന്നെ എന്നുള്ളത് ഡെക്കറേഷനൊക്കെ നമ്മുടെ ഒരു മൈൻഡ് പോലെ. ഓക്കെ, കാരണം മതി എന്നുണ്ടെങ്കിൽ ആർണം ചെയ്യാം. പിന്നെ അതെല്ലാം നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ഫ്ലവർ ചെറീസൊക്കെ വെക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഓക്കെ, അതുപോലെ ചെയ്തതിന് ശേഷം അടുത്തതാണ് നമുക്ക് ഇതുപോലെ വെക്കേണ്ടത് ചെറീസ്, റെഡ് ചെറീസ്. ചെറീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും പറയണം, എല്ലാ വീഡിയോയിലുണ്ട്. ഓക്കെ, ഈ ചെറീസ് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാം. ഇനി ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ചെറീസ് അതുപോലെ തന്നെ അങ്ങനെ നെട്ടിലെ ചെറീസാണ്, അത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തതാണ്. ഇതുപോലെ നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. ടിന്നിൽ നിന്ന് എടുക്കുന്നതൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെറീസിൻ്റെ ടിന്നിലുള്ളതൊക്കെ. ഓക്കെ, ചെറീസൊക്കെ കറക്റ്റ് വെച്ച് യെസ്, നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ട്.